ബർക്കത്ത് വേണോ? വേണോ വേണ്ടേ? വീട്ടിൽ ആട് വളർത്തുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വീട്ടിൽ ആടിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവൻ്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനെ വളർത്തിയ? ഉണ്ടോ? TV ഉണ്ടോ? 2 ഒന്ന് ഹാളിലും ഒന്ന് റൂമിൽ, പിന്നെ കയ്യിലൊന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തിൻ്റെ കയ്യിലും മൊബൈല്. ഒരു കാര്യം ഞാൻ പറയാം സഹോദരങ്ങളെ, മൊബൈൽ കൊടുത്തു പഠിപ്പിക്കരുത് മക്കളെ. നിങ്ങളുടെ മക്കൾ കഞ്ചാവ് അടിക്കോ? ഇല്ല. കള്ളു കുടിക്കോ? ഇല്ല. കള്ളു കുടിക്കുന്നവന്, സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ അവൻ്റെ സ്വഭാവം മാറത്തില്ലേ? മാറുവോ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. ഇവിടെ സ്ഥിരമായി കള്ളു കുടിക്കുന്നവന്, കഞ്ചാവ് അടിക്കുന്നവന് അത് കുടിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. എന്നാൽ ഈ മൊബൈൽ വെച്ചിരിക്കുന്ന മക്കളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിച്ചു നോക്കിയേ, അവൻ്റെ സ്വഭാവം കാണാം. അപ്പം അത്രയ്ക്കും അഡിക്റ്റായിപ്പോയി നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിഴപ്പിക്കുക ഉമ്മമാർ സുഖത്തിന് വേണ്ടി. അവർക്ക് ഇത്തിരി നേരം ഉറങ്ങണം, ഇത്തിരി നേരം വഴുതു പറയണം, അതിന് മൊബൈലും കൊടുത്തിട്ട് ഇന്ന ഒരു ഉസ്താദ് വന്നു പോയത് പോലും അറിയണില്ല മക്കൾ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടാണ് വന്ന മൊബൈലിനെ കുറിച്ച്. അള്ളാഹു ആ പയ്യൻ്റെ ആ കുടുംബത്തിലെ പിതാവ് മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ വീട്ടിൽ ആടിനെ വളർത്തി എന്ത് കിട്ടും? ആടിൻ്റെ കിലോയ്ക്ക് എന്നാ വിലയെന്നറിയോ? നിങ്ങൾ നോക്കിയോ, ഓരോ പെരുന്നാളിനും വെട്ടുന്ന ആടിന് വല്ല കണക്കുണ്ടോ? മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് വന്ന, ജീലാനി ദിനം വന്ന, വയല് വന്ന, എന്ത് സലാത്തോ ആട്ടിറച്ചിയല്ലേ ഇപ്പോൾ സഹോദര, എന്ത് വിലയാ. എന്നിട്ട് ഇത് എവിടുന്നാ വരുന്നേ? എടാ, പട്ടി പ്രസവിക്കുമ്പോൾ ഓരോ പ്രസവത്തിൽ എത്ര മക്കളാ എന്നാ കാണാറുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ചത്തുവോ അതൊക്കെ. എന്ന ആട്, ഏത് വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കോഴിയെ വളർത്താറുണ്ടോ വീട്ടിൽ? കോഴിക്കടയിലെ കോഴിയല്ല, വീട്ടിൽ വളർത്താറുണ്ടോ? ഏത് വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഉസ്താദ് ഉണ്ടായിരുന്നോ? സുഖല്ലേ? ഗുജറാത്തിലെ ഉസ്താദ്. ആട്ടുകല്ലുണ്ടോ വീട്ടിൽ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാർ, ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ല് ഏതാന്ന് യൂട്യൂബിൽ കയറി നോക്കണം. ഇപ്പം ആട്ടുകല്ല്. ഇപ്പം പെണ്ണുങ്ങൾ മൊത്തം ജിമ്മിന് പോവാ തടി കുറയ്ക്കാൻ. സുബ്ഹാനല്ലാഹ്, എന്തുവാ അപ്പം ഒന്ന് ആലോചിക്കുക. താത്താമാർ മൊത്തം ഇപ്പോൾ ജിമ്മില്ല. ഈ ഡ്രൈവിങ്ങും പഠിക്കാൻ പോകുന്നുണ്ട് പെണ്ണ്. ലൈവായില്ലയോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നും പറയില്ലപ്പാ. ഞാൻ പണ്ട് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചു. ഇപ്പോൾ 29 കേസുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ജിമ്മിന് പോവാ താത്താമാർ. എടാ, ഏത് ഉമ്മാമയാ ജിമ്മിന് പോയിട്ടുള്ളേ? 100 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിച്ച ഏത് ഉമ്മയാ ജിമ്മിന് പോയിട്ടുള്ളേ? ജിം എന്താണെന്നറിയോ? എടാ, എന്ത് ഈ പെണ്ണുങ്ങൾ ഈ ജിമ്മിന് പോയിട്ട് ഇതൊക്കെ എന്താ ചെയ്യുന്നേ? എടാ, മിറ്റം തൂക്കാറുണ്ടോ? മിറ്റം തൂക്കുന്ന എക്സസൈസ് അറിയോ? ഈ തുണി കഴുകാറുണ്ടോ ഏതെങ്കിലും പെണ്ണുങ്ങൾ? നമ്മൾ ഈ കല്ലിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഈ തുണി ഇങ്ങനെ ആക്കാറുണ്ടല്ലോ. എന്ത് നല്ല എക്സസൈസാ. ചമ്മന്തി അരയ്ക്കാറുണ്ടോ? ചമ്മന്തി അരച്ചിട്ടുണ്ടോ? ആട്ടിങ്ങനെ മാവാട്ടാറുണ്ടോ? ഇതൊക്കെ എന്നാ എക്സസൈസാ. എന്നിട്ട് ജിമ്മിൽ പോന്നു താത്താമാർ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആരുടെ വീട്ടിലാണോ ആട്ടുകല്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഉണ്ടോ വീട്ടിൽ? അതിപ്പോൾ എല്ലാത്തിൻ്റെ വീട്ടിലുണ്ട്. ചട്ടിച്ചോറ് തിന്നുന്ന കലത്തിലല്ലേ ഇപ്പോൾ ചട്ടിയോടെ വീട്ടിൽ കൊണ്ടുപോകല്ലേ. അപ്പോൾ നാളെ രാവിലെ കരുനാഗപ്പള്ളിയിലോ ഓച്ചിറയിലോ പോവാ മാർക്കറ്റിൽ. ഒരാട്ടുംകുട്ടിയെ വാങ്ങണം, 2-3 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങണം, ഒരാട്ടുകല്ല് വാങ്ങണം, കുറച്ച് ചട്ടിയും വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് പഴയതുപോലെ ജീവിക്ക്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. സുഖം കൂടിപ്പോയി, അതാ ഇപ്പോഴത്തെ പ്രശ്നം. എല്ലാത്തിനും സുഖം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെയാ മടി. ഇതെല്ലാം പ്രയാസങ്ങളാ. ജോലി ചെയ്യാൻ മടി, എല്ലാത്തിനും ബുദ്ധിമുട്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഇത് ഇന്ന് മുതലങ്ങ് പറയാൻ തുടങ്ങിക്കോ. ഈ പറയുന്ന ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് പറഞ്ഞൂടെ? ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലേ? ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അള്ളാഹു 2 ചെറുപ്പക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്.
അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൃഷിയിടം മുഴുവനും തൻ്റെ വിളവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരാളോട് പറയുന്നുണ്ട്, ഒറ്റ ദിക്റ് പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിക്കോ, ചരിത്രം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ദിക്റ് പറഞ്ഞു തരാം. മാഷാ അല്ലാ പറഞ്ഞോ, മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. ഒന്ന് പറഞ്ഞേ. അത് ഓട്ടോയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല, വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. വീട്ടിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ വീട് നിലനിൽക്കും, കാറിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ കാറ് നിലനിൽക്കും, കടയിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ കട നിലനിൽക്കും, ജോലിക്ക് പോകുമ്പോൾ പറയുന്നുണ്ടോ ജോലി നിലനിൽക്കും. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു നൽകിയ നിഅമത്ത് അള്ളാഹു നിലനിർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. രാവിലെ ഒരു 10:30 നിങ്ങൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് പടച്ചവനെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഖബർ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട്, മോനെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ഖബറിനകത്ത് വന്ന് ഇറങ്ങാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? പാതിരാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ അല്ല, പകല് സമയത്ത് ചെന്നിട്ട് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് കൈവിറയ്ക്കാതെ, കണ്ണ് നനയാതെ, ശരീരം വിയർക്കാതെ 5 മിനിറ്റ് നിനക്കതിനകത്തൊന്ന് കിടക്കാ ധൈര്യമുണ്ടോ? ഇല്ലടോ സഹോദരാ, ഇല്ലടോ സഹോദരാ. അത്രയും ചങ്കൂറ്റമുള്ള ഒരുത്തനുമില്ല. അതാണ് ഖബറെന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ഖബറിനകത്തിറങ്ങാൻ പറയുന്നില്ല. ഖബറിന്റെ മുകളിൽ നിന്നിട്ട് ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ആ കാണുന്ന കുഴിയിലേക്ക് നീ ഒന്ന് നോക്ക്, എന്നിട്ട് ചുറ്റുഭാഗമൊന്ന് നോക്കണേ ചെറുപ്പക്കാരാ. മുമ്പിലൊരു ഖബറുണ്ട്, ആ ഖബറിന്റെ മുകളിലൊരു മൈലാഞ്ചി ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നുണ്ട്. ആ ചെടി നിന്നോട് പറയുകയാ, ആരും വെള്ളമൊടിക്കാറില്ല, ആരും വളമിട്ട് തരാറില്ല, എന്നിട്ടും ഞാനിങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയുമോ? നിന്നെ പോലെ നടന്നിരുന്ന ഒരുത്തനന്റെ താഴെ കിടക്കുന്നുണ്ട്, അവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാടാ നെഞ്ചു വിരിച്ച് ഞാൻ നിൽക്കുന്നത്. നബി തങ്ങൾ പറയുകയാ, ഖബർ സിയാറത്ത് ചെയ്യ്, ഏതു മനുഷ്യനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നീ പള്ളിപ്പറമ്പിൽ പോകാൻ ഞാൻ പറയുന്നില്ല. നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ച മരണ വീട്ടിൽ പോകണേ, മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിനകത്ത് കയറണേ. നിന്നെ പോലെ നടന്ന ഒരു പെണ്ണിന്റെ കിടപ്പ് കാണാ, ആ രംഗം കണ്ട ഏതു പെണ്ണും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ ഖബറിൽ ഇറക്കി വെച്ചു, പലക നിരത്തി, എല്ലാവരും മണ്ണ് വാരിയിട്ടു. പടച്ചവനെ ഉസ്താദ് ദുആ ചെയ്ത് കഴിഞ്ഞു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് സലാം പറഞ്ഞിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാ. ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ 7 ചുവട്ടടി വെച്ചാ അതാ വരുന്നു മുൻകർ, അതാ വരുന്നു മുൻകറും നക്കീറെന്ന് പറയുന്ന 2 മലക്കുകൾ ഇറങ്ങി വരികയാ. പടച്ചവനെ റൂഹ് തരികയാണ്, എടുത്ത് ചാരിയിരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മൻ റബ്ബുക,
മൻദീനുക മന്നിമാമുക. ചിരിക്കുന്ന മുഖത്തോടെ ഖബറിനകത്ത് നിൽക്കുന്ന മലക്കുകളുടെ ചോദ്യം കേൾക്കുമ്പോ മണിമണിയായി ഉത്തരം പറയുകയാ. ഉത്തരം പറഞ്ഞു കഴിയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് പറയുന്നത് എന്തെന്നറിയുമോ? ലം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള കടന്നുറങ്ങുന്നത് പോലെ, മണിയറയ്ക്കകത്ത് കടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിനകത്ത് കടന്നുറങ്ങിക്കോ. ജനാസയോട് പറയുകയാ, മണിയറയ്ക്കകത്ത് കിടക്കുന്നവനെ പോലെ കിടക്കാറ്. എന്തേ കാരണമെന്നറിയുവോ? മണിയറയെന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയട്ടെ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും പുതിയാപ്പളയും പുതിയ പെണ്ണും മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഉമ്മമാര് പറയും, അവരെ ശല്യം ചെയ്യല്ലേ, അവരുടെ ആദിരാത്രിയാ, അവര് മണിയറയ്ക്കകത്ത് കിടക്കുകയാ. മക്കളോട് പറയും, ശല്യം ചെയ്യരുത്, ഒരാൾ പോലും ആ റൂമിന്റെ അടുക്കലേക്ക് പോകരുത്, അവര് ജീവിതം തുടങ്ങുകയാ. അവര് കിടന്നുറങ്ങട്ടെ, സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ. പണ്ടത്തെ കാലങ്ങളിൽ മാതാപിതാക്കൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കാറില്ല. അത് പണ്ടായിരുന്നടോ. 2024 വിവാഹത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. മണിയറയ്ക്കകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ പറയാ കഴിയാത്തതാണ്. കൂട്ടുകാര് കട്ടിലിനടിയിൽ കയറുന്നില്ല, പടക്കം പൊട്ടിക്കുന്നില്ല, പുതിയാപ്പളയ റൂമിന് പുറത്തിട്ട് വാതില് പൂട്ടുന്നില്ല. അല്ലാഹുവേ, ഈ സമുദായം കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ, നമ്മളെപ്പോലെ അഹങ്കരിക്കുന്ന ആരാടോ ദുനിയാവിലുള്ളത്? ഈ മുസ്ലിം സമുദായത്തിന്റെ വിഭാഗങ്ങൾ പറയാൻ പറ്റുകയില്ലല്ലോ. നാണക്കേടല്ലേ, ഉമ്മത്തിന് നാണക്കേടല്ലേ? എന്തൊക്കെ അനാചാരങ്ങളാണ് നടക്കുന്നത്? പണക്കൊടുപ്പ് കാണിക്കുകയാ, അഹങ്കാരം കാണിക്കുകയാ. ഗാനമേള നടത്തുന്നവരില്ലേ? ഇന്ന് കല്യാണ വീടുകളിൽ നടക്കുന്നത് അറബി കല്യാണം, പടച്ചവനെ, മൈലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം, പിന്നെ ഒടുക്കത്തെ കല്യാണം. എത്ര കല്യാണമാണോ നടക്കുന്നത്? ലക്ഷങ്ങൾ ചെലവഴിക്കുകയല്ലേ? എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേ വസ്ത്രമല്ലേ? എല്ലാ കുടുംബക്കാർക്കും ഒരേ ഡ്രസ്സല്ലേ? പടച്ചവനെ, പാട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന കാലമല്ലേ? അല്ലാ, സങ്കടമെന്തെന്നറിയുമോ? എടോ, ഒരു കുടുംബത്തിലെ സർവ്വതും തലതിരിഞ്ഞു പോകാറില്ല. ഒരു കുടുംബത്തിലെ എല്ലാരും തലതിരിഞ്ഞു പോകാറില്ല. ഒരെണ്ണമെങ്കിലും നേരെയാകുമല്ലോ. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും അല്ലാതെ പേടിയുള്ളവരാ ഉണ്ടാകുമല്ലോ. എന്നാൽ അങ്ങനെയില്ലടോ. പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാര് ഇതുപോലെയുള്ള വൃത്തികേടുകൾ കുടുംബത്തിൽ നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറയാ. ഒരു പ്രായമുള്ള അല്ലാഹനെ പേടിയുള്ള ഒരാളാ കുടുംബത്തിലില്ലാതെ പോയല്ലോ. എടോ, പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരല്ലേ ഒന്നാമത് നിന്ന് ഡാൻസ് ചെയ്യുന്നത്? അവരല്ലേ വൃത്തികേടുകൾ കാണിക്കുന്നത്? റീൽസ് എടുക്കുന്ന കാലമല്ലേ? വേണ്ടടാ ചെറുപ്പക്കാരാ. എന്തുകൊണ്ടാ പടച്ചവനെ ഈ പാവപ്പെട്ട സംഘാടകർ, കൂലിപ്പണിയെടുത്ത് നടക്കുന്നവര്, അവർക്കറിയുമടോ കഷ്ടപ്പാടിന്റെ വേദന എന്താണെന്ന്, കഷ്ടപ്പാടെന്താണെന്ന് അവർക്കറിയാ. അതുകൊണ്ടാണ് പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിനെ വിലയുള്ളടാ ചെറുപ്പക്കാരാ. നിനക്കതിന്റെ വിലയറിയില്ല. കാരണം നീ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതല്ല. ആ പെണ്ണിന്റെ വാപ്പ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മേടിച്ചിട്ട് അടിച്ചു പൊളിക്കുന്ന യുവത്വേ, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും ഉപ്പാടെ പൈസ കൊടുത്ത് വാങ്ങിയതാടാ. സ്ത്രീധനം വാങ്ങിച്ചിട്ട് ആ സ്ത്രീധന പണം കൊണ്ടല്ലേ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും വാങ്ങുന്നത്. മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? മഹർ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടല്ലോ. പെണ്ണിന്റെ പണം കൊടുത്തിട്ട് മഹർ വാങ്ങുന്നവനുണ്ടല്ലോ. ചെറുപ്പക്കാരാ, പണമല്ലടാ വലുത്. 100 പവൻ കിട്ടുന്നവനല്ലോ, ബെൻസ് കാർ കിട്ടുന്നവനല്ലോ,
ഏക്കർ കണക്കിന് സ്ഥലം കിട്ടുന്നവനല്ലോ. ഓച്ചിറയിലോ കരുനാഗപ്പള്ളി ടൗണിലോ ഒരേക്കർ സ്ഥലം കിട്ടുന്നവനല്ലോ. ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയുവോ? അൽ മർഅത്തു സ്വാലിഹാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയെ ലഭിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നബിതങ്ങൾ പറയുമ്പോ അതാണടാ നബിതങ്ങൾ പറഞ്ഞത്. പണമല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാറ്, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാറ്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാ കിട്ടുന്ന പ്രയോജനം എന്തെന്നറിയുമോ? ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞു. അലിയാർ തങ്ങളാണ് വിവാഹം കഴിച്ചത്. പാവപ്പെട്ടവനായ അലിയാണ് വിവാഹം കഴിച്ചത്. അല്ലാഹുവേ, അലിയാർ തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുമായി രണ്ടുപേരും മണിയറയ്ക്കകത്ത് കിടക്കുകയാണ്. രണ്ടുപേരും ആദിരാത്രിയിൽ റൂമിനകത്തേക്ക് കയറുകയാണ്. പടച്ചവരെ, അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാ. കാരണം ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, പ്രണയമായിരുന്നെന്ന് പറയരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള അലിയാർ തങ്ങൾ പ്രണയിച്ചല്ല വിവാഹം കഴിച്ചത്. എല്ലാവർക്കും ഫാത്തിമയെ ഇഷ്ടമാടോ? കാരണം റസൂലുള്ളാഹിയുടെ മകളല്ലേ. അതുകൊണ്ട് അലിയാർ തങ്ങൾക്ക് വലിയ സന്തോഷമായി മണിയറയുടെ വാതിലടയ്ക്കുകയാ. വീടിനകത്ത് ആ മണിയറക്കകത്ത് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. സുബ്ഹാനല്ലാഹ് വസമിഅനാ സൗതൻ ഹനീനാ. അല്ലാഹുവേ, മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. ആദിരാത്രിയിൽ മണിയറക്കകത്തൊരു തേങ്ങൽ കേൾക്കുകയാണ്. അലിയാർ തങ്ങൾ പെട്ടെന്ന് വിളക്ക് കത്തിച്ചു. ആരാട് കരയുന്നതെന്നറിയുമോ? മണവാട്ടിയായ ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ വാപത്തി പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, പറയല്ലേ അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? പിന്നെ എന്തിനാ നീരെന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, പെട്ടെന്ന് വിളക്കണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഇരുട്ട് കണ്ടപ്പോ നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് പോലും എനിക്ക് പേടിയാവുകയാ. എന്നാ എന്നെ ഖബറിൽ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് നിങ്ങൾ പോകുമ്പോ ആ ഖബറിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? ഖബറിനകത്തെ ഇരുട്ട് ഓർമ്മ വരികയാ. എപ്പോഴാ മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഇതാണടാ ദീനുള്ള പെണ്ണ്, ഇതാണടാ ദീനുള്ള പെണ്ണ്. അല്ലാഹുവേ, അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഇന്ന് നമ്മുടെ ആദിരാത്രിയാ, ഇത് നമ്മുടെ മണിയറയാണ്. ഇതിനകത്തിരുന്നിട്ട് ഖബറ് പറഞ്ഞ് കരയുകയാണോ? ഖബറ് പറഞ്ഞ് കരയുകയാണോ? സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ മണിയറയാണെന്ന് അലിയാർ തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഇവിടെയല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താലിയേ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
ആ ഖബറല്ലേ ഒന്നാമത്തെ സ്ഥലം. അവിടെ വിജയിച്ചവന് വിജയിച്ചല്ലോ, അവിടെ പരാജയപ്പെട്ടവന് പരാജയപ്പെട്ടല്ലോ. അലിയേ, ഖബറിനകത്ത് ഒന്നാമത്തെ രാത്രി കിടക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയണം, മണിയറയ്ക്കകത്ത് കിടക്കുന്ന പുതിയ ആപ്പിളയ പോലെ, പുതിയ പെണ്ണിനെ പോലെ നീ കിടന്നുറങ്ങിക്കോ. നിന്റെ ഖബർ വിശാലമാവുകയാ, കണ്ണെത്താ ദൂരം വിശാലമാവുകയാ. സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ നിന്നെ കിടത്തുകയാണ്. പടച്ചവനെ, സ്വർഗത്തിന്റെ സുഗന്ധമടിക്കുകയാണ്. വാപ്പാ, കാലിന്റെ ഭാഗത്തൊരു വാതിൽ തുറക്കുകയാ. ഏത് വാതിലെന്നറിയുമോ? ഏത് വാതിലെന്നറിയുമോ? ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. കാലിന്റെ ഭാഗത്ത് വാതിൽ തുറക്കുകയാ. രാവിലെയും വൈകിട്ടും ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറന്നു കാണിക്കുകയാ. ഇത് കാണുമ്പോ ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം അപ്പഴാ. ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം അപ്പഴാ. അവരുടെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാ, എനിക്ക് ഈ ഖബറിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് കുടുംബക്കാരോട് ചെന്ന് പറയാൻ മയ്യത്ത് കൊതിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ട്, നിന്റെ വാപ്പയ്ക്ക് ഖബറിനകത്ത് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ കാണുമ്പോൾ മയ്യത്ത് ആഗ്രഹിക്കും വീട്ടിൽ ചെന്നിട്ടൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. അതുകൊണ്ടാ ഉസ്താദെ, മരിച്ചുപോയ വാപ്പാനെ സ്വപ്നം കാണാറില്ലേ? ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദെ, ഉമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, പാപ്പ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കണ്ടു ഉസ്താദെ. അതാടോ മയ്യത്ത് ആഗ്രഹിക്കും കുടുംബക്കാരോട് ചെന്ന് പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. വാപ്പ ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുകയാ. മോനോട് പറഞ്ഞു, മോനെ, വാപ്പ ഇനി തിരിച്ചു വരൂല, ഒന്നാമത് ഷഹീദാകുന്നത് ഞാനാ. പാപ്പായ്ക്ക് ഇത്തിരി കടവുണ്ട്, ഈത്തപ്പഴ തോട്ടമുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ വിളവെടുക്കുമ്പോൾ അതെടുത്തിട്ട് എൻ്റെ കടം വീട്ടണം. യുദ്ധത്തിന് പോയി ഷഹീദായി, ഒന്നാമത് തന്നെ ഷഹീദായി. തൻ്റെ വാപ്പ മരിച്ച സങ്കടത്തിൽ ചെറിയ മകനായ ജാബിർ തങ്ങളിരുന്ന് കരയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ കരയുന്ന നബിയെ? വാപ്പ മരിച്ചുപോയി. വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, സങ്കടം കൊണ്ട് കരയുകയാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ വാപ്പാനെ സ്വപ്നം കണ്ടു. ഞാൻ ചരിത്രമാണ് പറയുന്നത്. ഈ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ വാപ്പാനെ സ്വപ്നം കണ്ട്. വാപ്പ അള്ളാഹിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹിനോട് പറയുന്നു, പടച്ചവനെ, എനിക്ക് പോയിട്ട് എൻ്റെ വീട്ടുകാരോട് ഇതൊന്ന് പറയണം തമ്പുരാനെ. എനിക്കിവിടെ സ്വർഗം കിട്ടിയ കാര്യം, എനിക്ക് ഖബറിനകത്ത് ഇത്രയും അനുഗ്രഹം കിട്ടിയ കാര്യം എനിക്ക് ചെന്ന് പറയണം പടച്ചവനെ. അള്ളാഹു പറഞ്ഞ അനുവാദമില്ല. മരിച്ച ഒരാളും ചെന്ന് പറയാറില്ല, പിന്നെ അറിയിക്കാൻ പറ്റും. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം, അതിൻ്റെ സബബ് നുസൂൽ ഇതാണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാ. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൽ അഹ്യാഉം, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാ. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ മരിച്ചവരുടെ രണ്ടാമത്തെ ആഗ്രഹം, അവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഖബറിനകത്ത് അല്ലാഹു അവർക്ക് കൊടുത്ത പ്രതിഫലത്തെക്കുറിച്ച് കുടുംബക്കാരോട് ചെന്ന് പറയാൻ അവർ കൊതിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൊതിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെയും പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ടോ? ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അള്ളാന് വേണ്ട. അള്ളാഹ്ക്ക് നിങ്ങളുടെ ആരുടെയും പൈസ വേണ്ട. ഈ പൈസ കൊടുത്ത പ്രയോജനം നിനക്ക് തന്നെയാണ്. ഈ പൈസ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നിനക്ക് തന്നെയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് തലയുടെ മുകളിലേക്ക് നോക്കിക്കേ. എന്നെയല്ല, മുകളിലേക്ക് നോക്ക്. ഒന്നും മുകളിലേക്ക് നോക്ക് വാപ്പ. സീറ്റ് കണ്ടോ? സീറ്റ് കണ്ടോ? നീ സീറ്റേ കണ്ടുള്ളൂ, എന്നാൽ ഒരു മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നീ ഈ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്ത് നീ ബക്കറ്റിൻ്റെ അകത്തിട്ടാൽ ആ മലക്ക് പറയും, പടച്ചവനെ, ഇവൻ ഉള്ളതിൽ പങ്കു കൊടുത്തു, നീ ഇവന് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഉസ്താദല്ല ദുആ ചെയ്തേ,
മാതാപിതാക്കളല്ല ദുആ ചെയ്തേ, തങ്ങന്മാരല്ല ദുആ ചെയ്തേ, ഹാഫിളീങ്ങളോ ആലിമീങ്ങളോ അല്ല, പ്രവാചകന്മാരല്ല. അല്ലാ അല്ലാ എന്ന് മരിക്കുന്ന കാലം വരെ പറഞ്ഞ ഒരു മലക്ക് തലയുടെ മുകളിൽ നിന്നിട്ട് ഇപ്പം നിനക്ക് ദുആ ചെയ്യും ബർക്കത്ത് കിട്ടാൻ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അടുക്കി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ ചങ്ങാതി വരുമ്പോൾ നീ പൊട്ടം കളിച്ച ആ മലക്ക് അപ്പോഴും അള്ളാഹിനോട് പറയും, ഇവൻ പിടിച്ചു വെച്ചു പടച്ചവനെ, നീ പൈസ കൊടുത്തിട്ട് ഇവൻ പിടിച്ചു വെച്ചവനെ ഈ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. പോയി മക്കളെ, പോയി. നിങ്ങൾ അതുകൊണ്ട് മലക്കുകളുടെ ദുആ വാങ്ങണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരവരുടെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദക്ക. നിങ്ങൾ ആ ബക്കറ്റും കൊണ്ടുപോകണേ ആണോ? ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതിക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം, നാണമെന്ന് പറയുന്ന സാധനം ഉണ്ടാകാൻ പാടില്ല. ലജ്ജ എന്ന് പറയുന്ന സാധനം ഒരു മടിയും വേണ്ട. എങ്കിൽ ഞാൻ പോകാം, ഇൻഷാ അല്ലാഹ് അവിടെ പോയി എല്ലാവരുടെ മുമ്പിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഉള്ളത് വാങ്ങിക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ തുടങ്ങിക്കും ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. മാരകമായ ഏതെങ്കിലും രോഗത്തിൻ്റെ അണുക്കളവരുടെ ശരീരത്തിലുണ്ടോ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് കൊടുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പെട്ടെന്ന് പോകാം. അൽഹംദുലില്ലാഹ്. ബർക്കത്ത് വേണോ? റജബ് മാസമാ. അള്ളാഹു ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് റജബ് മാസം. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളീ പലർക്കും നമ്മൾ വിചാരിക്കണത് കെട്ടുകണക്കിന് നോട്ട് കിട്ടലാണോ ബർക്കത്ത്? അല്ല. വഅദ് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, കേൾക്കാൻ വന്നവർക്കൊക്കെ മിനറൽ വാട്ടർ. സുബ്ഹാനല്ലാഹ്. കൊള്ളാം. അടി കൊള്ളുന്നത് ജണ്ട, പണം വാങ്ങുന്നത് മാരാരെന്ന് പറയണ പോലെ കുടിക്ക്. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പുരോഗതി ഉണ്ടോ? അൽഹംദുലില്ലാഹ്. വേണ്ടടാ, പറഞ്ഞപ്പോൾ ഉസ്താദിനെ കൊണ്ടുവരണ്ട പൊക്കോ ഇൻഷാ അല്ലാഹ്. ഞാൻ ചുമ്മാ പറഞ്ഞാടാ കൊണ്ടുകൊടുത്തു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എൻ്റെ ബക്കറ്റ് പിരിവ് കഴിഞ്ഞോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിചാരിക്കുന്നത് വാരിക്കോരി കിട്ടുന്നതിനാണ് ബർക്കത്ത്. അല്ലടോ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹന്തക്കിൽ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹന്തക്കിൽ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വഹാബത്തിന് വല്ലാത്ത പട്ടിണിയാ, വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുക, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ സഹിക്കാൻ പറ്റണില്ല നബിയെ, വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് ചെന്ന് പരാതി പറഞ്ഞപ്പോൾ, സങ്കടം പറഞ്ഞപ്പോൾ നബി തങ്ങൾ തൻ്റെ കമീസ് പൊക്കി കാണിച്ചു കൊടുത്തു. കാരണം 2 കല്ല് നബി തങ്ങൾ കെട്ടിയിരിക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കും, കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ? നിങ്ങൾ ആരെയും കെട്ടിയിട്ടുണ്ടോ? കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ വാപ്പായ്ക്ക് ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടോ? ഇവിടെ നമ്മുടെ വാപ്പാമാർക്ക്, പഴയ അത്താമാർക്കൊക്കെ ഒരു ബെൽറ്റ് ഇല്ലായിരുന്നോ? ഉണ്ടോ? എന്താ, നിധി സൂക്ഷിക്കാനുള്ളതായിരുന്നു? അല്ല, അത് വാപ്പ അങ്ങോട്ട് ഇറുക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാപ്പ നേരെ നിൽക്കും. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ 2 കല്ലാ വെച്ച് കെട്ടിയിരിക്കുന്നേ. സഹാബത്തിന് സങ്കടമായിടോ, പോയി പരാതി പറഞ്ഞല്ലോ എന്നോർത്ത്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചുടി, നബിതങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വയറ്റിൽ കല്ലും വെച്ച് കെട്ടിയിട്ട് നബിതങ്ങൾ പട്ടിണിയാ, തിന്നാൻ വല്ലതുണ്ടോ? ഇക്ക, ഒരിത്തിരി ചപ്പാത്തി ഉണ്ട്, ഇത്തിരി ഇറച്ചിക്കറിയുണ്ട്, 1, 2, 3 പേർക്ക് കഴിക്കാം. കൂടിപ്പോയ 3 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഈ സഹാബി നേരെ നബിതങ്ങളുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിൽ ഒരിത്തിരി ഭക്ഷണമുണ്ട്, വാ നബിയെ പോയി കഴിക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പോയിട്ട് രഹസ്യമായിട്ട് പറയാ, ഒരല്പം ഭക്ഷണമുണ്ട് നബിയെ, വാ നബിയെ പോയി കഴിക്കാം.
ഭക്ഷണം ഉണ്ടെന്ന് കേൾക്കേണ്ട താമസം നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ എല്ലാവരും വാ കഴിക്കാൻ ഭക്ഷണം ഉണ്ടെന്ന്, എല്ലാവരും വാ കഴിക്കാൻ ഭക്ഷണം ഉണ്ട്. സഹാബി പറഞ്ഞു, നബിയെ 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളു നബിയെ. നബിതങ്ങൾ പറഞ്ഞു, ഇറച്ചിക്കറി അടുപ്പിലിരിക്കല്ലേ, ഞാൻ വരാതെ ഇറക്കരുത്, മാവ് അവിടെ വെച്ചേരെ, ഞാൻ വന്ന് ചുട്ടോളാം. 80 സഹാബത്തുണ്ടോ? എത്ര എണ്ണുണ്ട്? 80 പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കും, ചുട്ടു കൊടുക്കും, ഇറച്ചിക്കറി കോരി കൊടുക്കും. ആ 80 പേരും തിന്നു. ബാക്കി വന്നടോ. ഇതിനാ ബർക്കത്തെന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിൽ ചോറ് വെക്കുമ്പോൾ നേർച്ചയ്ക്ക് ചോറ് വെക്കുമ്പോൾ എന്തുകൊണ്ടാ ഉസ്താദ് വന്ന് ദുആ ചെയ്യുന്നേ? ഉസ്താദ് വന്ന് തുടങ്ങുമല്ലോ, അല്ലാതെ കമ്മിറ്റിക്കാരിലെ തുടങ്ങുന്നേ. ഉസ്താദന്മാരെ കൊണ്ടുവരുമല്ലോ, തങ്ങന്മാരെ കൊണ്ടുവന്ന അതൊരു ബർക്കത്താണ്. ഇതിനാണ് ബർക്കത്തെന്ന് പറയുക. ബർക്കത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടലല്ല, അള്ളാഹു തന്നത് മരിക്കുവോളം നിലനിൽക്കല, അതാ ബർക്കത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ കൈ കൊണ്ട് മരിക്കുന്ന ദിവസം വരെ പൊക്കാനും താഴ്ത്താനും ഉപയോഗിക്കാൻ കഴിഞ്ഞാലേ ഈ കൈ കൊണ്ട് വിലയുള്ളൂ. ഈ നാവ് കൊണ്ട് മരിക്കുന്ന സമയം വരെ സംസാരിക്കാൻ കഴിയുമെങ്കിലേ പ്രയോജനമുള്ളൂ. ഈ കാലുകൊണ്ട് നടക്കാൻ പറ്റിയാലേ പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? മരിക്കുന്ന കാലം വരെ അല്ല തന്നത് വീടാകട്ടെ, കാറാകട്ടെ, മക്കളാകട്ടെ, സമ്പത്താകട്ടെ, പണമാകട്ടെ, ഭാര്യയാകട്ടെ, അല്ല തന്നത് മരിക്കുമ്പോഴും നിലനിന്ന് കിട്ടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. ചിലർ പറയുന്നത് പിരിവെടുത്ത് ജീവിച്ചോളാം, അത് നിൻ്റെ ഇഷ്ടം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് വേണോ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന ഒരു ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ നിനക്കല്ല ഇന്ന് തന്നത് മുഴുവനും മരിക്കുന്ന കാലം വരെ ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാച്ചി നോക്കുന്നുണ്ട്, ഉസ്താദെ 10:30 കഴിഞ്ഞു എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. എനിക്കറിയില്ല. 10:30 കഴിഞ്ഞു ഇല്ലേ? ആ സമയം നോക്കിയ സഹോദരൻ്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. വാച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെ, അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് കസേര എടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നേ, ബാ ബർക്കത്ത് കിട്ടാനുള്ള വഴി പറഞ്ഞുതരാം. ബാ, എഴുന്നേറ്റോ കഴിഞ്ഞു, ബാ, നീ പേടിക്കാനൊന്നും ഇല്ല, ബാ എല്ലാവരും ബാ. മക്കളെടാ ഫാനിടാ, ആ ഫാൻ്റെ ഒയർ, ബാ അൽഹംദുലില്ലാ, കസേര എടുത്തോണ്ട് വാ, കഴിഞ്ഞു വാ. എല്ലാവരും വന്നോ. കമ്മിറ്റിക്കാരെല്ലാം ഇക്കരെ കയറ്. എല്ലാം അത്ര കച്ചവടക്കാരനൊക്കെ അവിടെ എടുത്തിട്ട് ബാക്കി എല്ലാം ഇക്കരെ കയറ്. ആരും എടുത്തോണ്ടൊന്നും പോത്തില്ല. ബാ അൽഹംദുലില്ലാ. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ നിഅമത്തും അല്ലാഹു മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ. ഇരിക്കുവാപ്പാ, മുണ്ടെടുത്തിയതാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നോ? എല്ലാം കയറി കഴിഞ്ഞാൽ വെള്ളം കുടിക്കണ സംഘാടകൻ ഇക്കരെ കയറ്. എല്ലാവരും കയറിക്കോ. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.